വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു OTP എങ്ങനെ നമ്മുടെ കോഡുലർ ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാം, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഗൂഗിളിൽ പോയിട്ട് കോഡുലർ എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് കോഡുലർ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ആപ്സ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ പേജ് ലോഡായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിവിടെ ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്രൊജക്റ്റിൻ്റെ പേര് OTP എന്ന് കൊടുക്കുകയാണ്. ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൽ വേണ്ടത് 2 ടെക്സ്റ്റ് ബോക്സ്, 2 ബട്ടൺ, 3 സ്പേസ്, പിന്നെ Firebase Authentication. അത് നമുക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. ക്ഷമിക്കണം, ഒന്നുകൂടി ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു ബട്ടൺ, എന്നിട്ടൊരു ടെക്സ്റ്റ് ബോക്സ്, പിന്നെ ഒരു ബട്ടൺ. ഇനി സ്പേസ് ആണ് വേണ്ടത്. പിന്നെ ഒരു കാര്യം മറന്നുപോയി, നമ്മുടെ ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റും കൂടി അതിന് ആവശ്യമുണ്ട്. ഞാൻ മറന്നുപോയതാണ്, എന്നോട് ക്ഷമിക്കുക. ഹൈറ്റൊരു 50 കൊടുക്കുകയാണ്. നമുക്ക് ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ഡ്രാഗ് ചെയ്തിടാം. എന്നിട്ട് നമ്മൾ ടെക്സ്റ്റ് ബോക്സ് അതിലേക്ക് ഇടുക, ഈ ബട്ടൺ അതിലേക്ക് ഇടുക. ഓക്കെ, അടുത്തതും അതേപോലെ തന്നെ ചെയ്യാം. ടെക്സ്റ്റ് ബോക്സും ബട്ടണും അതിലേക്ക് തന്നെ ഇടുക. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരു സ്പേസ് വെക്കണം. നമ്മൾ അടുത്ത സ്പേസ് സെർച്ച് ചെയ്യാണ്. ഓക്കെ, നമ്മളിത് ഈ ബട്ടൺസിൻ്റെ ഇടയിൽ വെക്കുകയാണ്. ഓക്കെ, ഇനി ഈ സ്പേസിൻ്റെ വിഡ്ത്ത് ഫുള്ളാക്കി കൊടുക്കും. നമ്മുടെ ഫിൽ പാരൻ്റ് ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റിനെ ഫിൽ പാരൻ്റ് ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മൾ ഈ ബട്ടൻ്റെ ടെക്സ്റ്റൊക്കെ മാറ്റാം. സെൻഡ് OTP എന്നും പിന്നെ വെരിഫൈ എന്നുമാണ് നമ്മൾ ബട്ടൻ്റെ പേര് കൊടുക്കാൻ പോകുന്നത്. സെൻഡ് OTP, ഇതിന് വെരിഫൈ. ഓക്കെ, ഇതിനും അതേ പറഞ്ഞ് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, അതും സെറ്റായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ Firebase Authentication, അതിൻ്റെ ഒരു സംഭവം നമ്മളിതിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ services.json എന്നൊരു ഫയല് അപ്ലോഡ് ചെയ്യണമെന്നാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഏത് അക്കൗണ്ടിലാണ് സൈൻ ഇൻ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കോഡിംഗ് സെക്ഷനാണ്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ Firebase എന്ന വെബ്സൈറ്റിൽ. ഞാൻ കുറച്ചായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ കോഡിംഗ് സെക്ഷൻ ചെയ്യാം. ബട്ടൺ 1 ക്ലിക്ക് ചെയ്താൽ OTP സെൻഡ് ആവണം. അപ്പോൾ അതിനുള്ള കോഡ് ചെയ്യാണ്. Firebase Authenticationൽ പോയിട്ട് ഫോൺ നമ്പർ സൈൻ ഇൻ ഉണ്ടാവും, അത് നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടെക്സ്റ്റ് ബോക്സ് 1 ടെക്സ്റ്റ് അതിലേക്ക് കൊടുക്കുക. ഇനി അടുത്തായിട്ട് ബട്ടൺ 2 ക്ലിക്ക് ചെയ്താൽ നമ്മൾ OTP വെരിഫൈ ചെയ്യണം. അതേ OTP തന്നെയാണോ എന്ന്. നമ്മൾ ടെക്സ്റ്റ് ബോക്സ് 2 എടുക്കുക. അതിലത്തെ ടെക്സ്റ്റ് എടുത്തിട്ട് ഫോൺ നമ്പർ വെരിഫൈ ചെയ്യണം. ഇവിടെ നമ്മൾ വെരിഫൈ ഫോൺ കോഡ് ഉണ്ടാവും, അതാണ് ഇവിടെ എടുക്കേണ്ടത്. നമ്മൾ ഇത് ഇവിടെ കൊടുക്കുക. ഇത് സൈൻ ഇൻ ചെയ്താൽ അറിയണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സൈൻ ഇൻ സക്സസ്, ലോഗിൻ സക്സസ് എന്നൊരു സംഭവമുണ്ട്. അതെടുത്തിട്ട് നമ്മൾ ഒരു സ്ക്രീനിലേക്ക് മാറ്റുകയാണ്. സ്ക്രീൻ ചേഞ്ച് ചെയ്യുകയാണ്. പുതിയ സ്ക്രീൻ ഞാൻ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ പഴയ സ്ക്രീനിൽ തന്നെ കോഡിംഗ് സെഷൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ കൺട്രോളിൽ പോയിട്ട് ഓപ്പൺ ആണ് ദ സ്ക്രീൻ, അത് നമ്മൾ ഇതല്ല
അത് നമ്മൾ കൊടുത്തിട്ട് നമ്മുടെ സ്ക്രീനിൻ്റെ പേര് അടിച്ചു കൊടുക്കുക. സ്ക്രീൻ 2 അതാണ് നമ്മുടെ സ്ക്രീനിൻ്റെ പേര്. ഓക്കെ, നമ്മുടെ കോഡിംഗ് സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ഫയർബേസിൽ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഫയർബേസ് കൺസോൾസ് ക്ലിക്ക് ചെയ്യുക. ഞാൻ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അത് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ മൈ പ്രൊജക്റ്റ് എന്ന പേര് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫയർബേസ് ഒതൻറ്റിക്കേഷൻ സെലക്ട് ചെയ്യുക. ഗെറ്റ് സ്റ്റാർട്ടർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സൈൻ ഇൻ മെത്തേഡിൽ ഫോൺ ഞെക്കിയിട്ട് അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പരിപാടിയും കൂടി ചെയ്യാനുണ്ട്. നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് പ്രോജക്റ്റ് സെറ്റിങ്സ് എടുക്കുക. എന്നിട്ട് നമ്മളിവിടെ നമ്മുടെ ഗൂഗിൾ സർവീസസ് .json എന്നൊരു ഫയൽ കിട്ടും. ആ ഫയൽ ഡൗൺലോഡ് ചെയ്യണം. അതിന് മുമ്പ് തന്നെ നമ്മളിവിടെ ഒരു ആൻഡ്രോയിഡ് ആപ്പ് നമ്മളിവിടെ ഉണ്ടാക്കണം. ഒരു ആപ്പിൻ്റെ കമ്പനി പാക്കേജ് നെയിമൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണം, എന്നാലേ നമുക്ക് അത് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ കാണിച്ചു തരാം. നമ്മുടെ പാക്കേജിൻ്റെ നെയിം എന്താണെന്ന് ഇവിടെ കാണാൻ പറ്റും. സോ ഇവിടെ അല്ല, ഇവിടെ പാക്കേജ് നെയിം ഇവിടെ കൊടുക്കാം. നമുക്ക് .io എന്നിട്ടൊരു കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സേവ് ചെയ്യാണ്. അതേ പേരിന് എവിടെയും കൊടുക്കുക, from.kodular.io. ഓക്കെ, അടുത്ത ആപ്പിൻ്റെ പേരാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. നിക്ക് നെയിമാണ് ചോദിക്കുന്നത്. ഇഷ്ടമുള്ള കൊടുക്കുക, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി. അടുത്ത SHA-1 സർട്ടിഫിക്കറ്റ് അത് നമ്മളിവിടെ കൊടുക്കണം. അതായത് നമ്മുടെ ഡീബഗ് സൈനിങ് സർട്ടിഫിക്കറ്റ് ആണ്. അത് നമ്മുടെ ഇവിടെ എഡിറ്ററിൽ തന്നെ കിട്ടും. നമ്മൾ പ്രൊജക്ട്സിൽ പോയിട്ട് നമ്മളിവിടെ പ്രിഫറൻസിൽ എന്നിട്ട് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ജനറലി തന്നെ കീ സ്റ്റോർ SHA-1 അതാണ് നമ്മുടെ ഇവിടെ എഴുതിക്കുന്നത്. ഇതാണ് നമ്മുടെ SHA-1 സർട്ടിഫിക്കറ്റ്. നമ്മൾ കോപ്പി ചെയ്ത് വയ്ക്കുക. കോപ്പി ചെയ്ത് ഇനി നമ്മൾ അത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. സോറി, പേര് അതാണെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ പാക്കേജ് നെയിം അതായില്ലെങ്കിൽ തെറ്റിപ്പോകുന്ന ഉറപ്പാണ്. അപ്പോൾ ശരിയാവില്ല. ഓക്കെ, ഇവിടെ ഗൂഗിൾ സർവീസസ് .json എന്ന ഫയൽ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇത് അവരുടെ കോഡാണ്. നമ്മൾ കൊടുക്കണം നിർബന്ധമില്ല. നമ്മൾ കോഡിലാണ് ചെയ്യുന്നത്. അവിടെ നേരത്തെ ഇത് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഡൗൺലോഡ് നമ്മുടെ ഗൂഗിൾ സർവീസസ് .json ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ OTP പ്രൊജക്റ്റിൽ നമ്മളിവിടെ അസറ്റ്സിൽ പോയിട്ട് അപ്ലോഡ് അസറ്റ്. ഓക്കെ, നമ്മുടെ ഫയൽ അപ്ലോഡ് ചെയ്യുക. നമ്മുടെ ഫയൽ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എക്സ്പോർട്ട് ചെയ്ത് നോക്കാം. ഈ ഫയൽ അല്ലെങ്കിൽ കോഡുലറിൽ കമ്പാനിയിൽ കാണിക്കാനാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഫയർബേസ് ഒതൻറ്റിക്കേഷൻ ഒന്നും ഇതിൽ വർക്കാവില്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, നമ്മുടെ ഫയൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് ഡൗൺലോഡ് ആവട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, നമ്മുടെ OTP നമുക്ക് സെൻഡ് ചെയ്യാം. നമ്മൾ ആദ്യം നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുകയാണ്. OTP സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ OTP വന്നിട്ടുണ്ട്. നമുക്ക് ആ OTP ടൈപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ സ്ക്രീൻ 2ലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആപ്പ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ
Thank you for watching. Do like, share and subscribe.